എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നമ്മൾ ഒരാഴ്ചത്തേക്ക് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രയും അവിടുത്തെ ചില കാഴ്ചകളും ഒക്കെയാണ് ഞാനിന്ന് വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് വ്ളോഗ്സിന് വേണ്ടി കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ പോയത് ഞങ്ങൾ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അവിടെ പോകാനുള്ള കാരണം ഞാൻ ഇതിനു മുൻപ് ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിലാണ് പോയത്. അപ്പോൾ ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ്, അതായത് ഐലൻഡ് എക്സ്പ്രസ്. അപ്പോൾ ഇതൊരു 3 മണിയാകുമ്പം കായംകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ ബാംഗ്ലൂർ സെൻട്രലിലെത്തും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഞങ്ങളും എൻ്റെ പേരൻസും കൂടിയാണ്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ്, അച്ഛൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അവർ എക്സൈറ്റഡ് ആണ് യാത്ര ചെയ്യാനുള്ള ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൽ കയറിയ പാടെ തന്നെ കുട്ടികൾക്ക് ഉറക്കം വന്നു. അപ്പോൾ മുത്ത് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പൊന്നു ഉറങ്ങാനുള്ള ഇതിലൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത്. കോട്ടയം വഴി കുറച്ചുകൂടെ സമയമെടുക്കും ട്രെയിന് ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് കായംകുളത്തു നിന്ന് പോവുകയാണെങ്കിൽ 2 വഴി നമുക്ക് പോകാം. ഒന്ന് കോട്ടയം വഴിയും ഒന്ന് ആലപ്പുഴ വഴിയും. അപ്പോൾ ആലപ്പുഴ വഴി പോകുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എത്തും. പൊന്നു ഉറങ്ങി ആ ഒരു സമയം കൊണ്ട്. അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഉള്ളൊരു യാത്രയായിരുന്നു. കുറച്ച് സമയം ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നല്ല മഴയുള്ള സമയമായത് കാരണം എല്ലാ നദികളും അതുപോലെ തന്നെ പാടങ്ങളുമൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ എറണാകുളം എടുക്കാറായി. അപ്പോൾ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കും വളരെ ഇഷ്ടമുള്ളതാണ് ട്രെയിൻ യാത്ര. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകാൻ പറ്റുന്ന ഒരു ചാൻസ് ഞങ്ങൾ മിസ്സാക്കാറില്ല. നമ്മൾ എറണാകുളം ടൗൺ എത്തി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബാംഗ്ലൂർ പോകുന്നത്, നമ്മളിതിന് മുൻപ് ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കാണ്. അപ്പോൾ ആ വീട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ വീട് കാണാനും അതുപോലെ തന്നെ റെൻ്റൽ എഗ്രിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ പോയത്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും വാങ്ങുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഞങ്ങൾക്ക് കംഫർട്ടബിളും അതുപോലെ വാങ്ങാനായിട്ട് ഈസി ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതലും വെസ്റ്റേൺ ടൈപ്പിലുള്ള ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഇടുക. അപ്പോൾ നാട്ടിലെ അത്ര കളക്ഷൻ കായംകുളത്തും അങ്ങനെ വെസ്റ്റേൺ ടൈപ്പ് അങ്ങനെ കിട്ടാറില്ല. അല്ലെങ്കിൽ നമ്മൾ എറണാകുളമൊക്കെ പോകണം. അപ്പോൾ നമ്മളെന്തായാലും ബാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ രാവിലെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ടുള്ള യാത്രയായിരുന്നു. കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. നമ്മൾ ബാംഗ്ലൂർ എത്തിയത് ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്യാബ് വിളിച്ചിട്ടാണ് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആൻറ്റിയുടെ വീട് ജാലഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മളിപ്പോൾ ക്യാബിൽ കയറി അങ്ങോട്ട് പോവാണ്. ബാംഗ്ലൂർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. ഇപ്പോൾ കൂടുതൽ ട്രാഫിക്കും അതുപോലെ പൊല്യൂട്ടഡും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടുന്ന് ഉള്ള
ചില ഫോട്ടോസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണ്. ആൻറ്റിക്ക് ഒരുപാട് ഇതുപോലെയുള്ള പാത്രങ്ങളും വിളക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ മിനുക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതൊരു പൗഡർ വെച്ചിട്ടാണ് ഇതെല്ലാം ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഞാനിത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച് നമ്മൾ ചെയ്ത് നോക്കിയാൽ അത്ര ആൻറ്റി ചെയ്യുന്ന അത്ര അങ്ങോട്ട് ക്ലീൻ ആവില്ല. നല്ലതായിട്ട് ബലം കൊടുത്ത് നല്ലതായിട്ട് ക്ലീനാക്കി എപ്പോഴും ഇതുപോലെ സ്വർണം പോലെ തിളങ്ങും. അപ്പോൾ ഇവിടെ ഒരു പൂജാ റൂമുണ്ട്. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുന്നത് 2 നില വീടാണ്. അപ്പോൾ അതിൻ്റെ താഴത്തെ ഫ്ലോറ് റെൻറ്റിന് കൊടുത്തേക്കാണ്, മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ മുത്തും പൊന്നും എണീറ്റ് ഒരു പാലും ബിസ്ക്കറ്റും കഴിക്കുകയാണ്. ഇവിടെ ആൻറ്റിയെ കൂടാതെ ആൻറ്റിയുടെ ഇളയ മോനും വൈഫും കുട്ടിയുണ്ട്. അപ്പം ആ മോളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ രാത്രി സന്ധ്യ ആയപ്പോൾ നാമം ചൊല്ലുകയാണ്. അപ്പോൾ അമ്മളുടെ പേര് അൻഷിത എന്നാണ്, ഞങ്ങൾ അൻഷി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അൻഷിയും മുത്തും കൂടി രാത്രി ഉള്ള ഡാൻസാണ്. അപ്പോൾ അവർ എന്തായാലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ വന്നിട്ട്. ഇടയ്ക്കൊക്കെ ഫൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നിമിഷങ്ങളായിരുന്നു ഓരോ ദിവസങ്ങളും. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവർക്ക് വേണ്ടി കുക്ക് ചെയ്തതാണ്. ഇതാണ് എൻ്റെ അപ്പച്ചി. അപ്പോൾ ഇതാണ് എൻ്റെ കസിനും വൈഫും കുട്ടിയും. അബില എന്നാണ് പേര്. ചേട്ടൻ്റെ പേര് അനീഷ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരായിരുന്നപ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി, സെപ്റ്റംബർ 5th. അപ്പോൾ ഞങ്ങളതൊരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ ഓറിയോൺ മാളിലേക്കാണ് പോയത്. അപ്പോൾ ഓറിയോൺ മാള് ആണ് നമ്മുടെ ജാലഹള്ളി അവിടുന്ന് ഏറ്റവും അടുത്തുള്ള കുറച്ച് വലിയൊരു മോളാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാം വരുമ്പോൾ ഓല ക്യാബ് വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോയെക്കാട്ടിലും ഒന്നുകൂടി നല്ലത്, അതുപോലെ തന്നെ പ്രൈസ് കുറവും ഓല ക്യാബാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓറിയൻ മാളിൽ എത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് ടോപ്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു.
അതിനുശേഷം നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മളന്ന് തിരിച്ചു പോയി. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ഫ്ലാറ്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്ലാറ്റ് ഞങ്ങളുടെ മാർത്തഹള്ളി കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹെബ്ബാൾ മാന്യത ടെക് പാർക്കിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ ബിൽഡിങ്സൊക്കെ നമ്മുടെ ടെക് പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല, 2 വർഷം മുമ്പുള്ള ടെക് പാർക്കല്ല ഇപ്പോൾ. ഏറ്റവും ഗേറ്റിന് അടുത്തായിട്ടൊക്കെ ഒരുപാട് പുതിയ ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ 3-ോ 4-ാമത്തെ ബിൽഡിങ്ങാണ് നോക്കിയ. അപ്പോൾ ഒരുപാട് ബിൽഡിങ്സും അതുപോലെ തന്നെ ട്രാഫിക്കും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ പോയിട്ട് ഫ്ലാറ്റിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിന് കാരണം ഞാൻ പറയാം. അപ്പോൾ ഇത് ഒരു പുതിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ പുതിയ ഓഫീസാണ്. ഇത് ഞങ്ങൾ പോകുമ്പോൾ ഇല്ലായിരുന്നു, പുതുതായിട്ട് പണിഞ്ഞാണ്. നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണത്. അപ്പോൾ ഇതിപ്പം നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതും ഒരു ടെക് പാർക്കാണ്. ഇവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലൈ ഓവറൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ട്രാഫിക്കിന് കുറവുണ്ട്. അപ്പോൾ ഇത് മാർത്തഹള്ളി ബ്രിഡ്ജാണ്. അപ്പോൾ ഇതൊരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കടന്നിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ ഉള്ളിലെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫ്ലാറ്റ് അവിടെ ഇപ്പോൾ താമസിക്കുന്നവർ ഫ്ലാറ്റ് അത്യാവശ്യം നല്ല വൃത്തികേടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഫോട്ടോ എടുക്കാനൊന്നും തോന്നിയില്ല. അപ്പോൾ അത് കണ്ട് നമ്മൾ ഡെസ്പായിട്ട് തിരിച്ച് വരികയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലോട്ട് കയറുന്ന ആ വഴിയിലുള്ള പൂവിൻ്റെ കച്ചവടമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ അടുത്ത ദിവസങ്ങളിൽ വിനായക ചതുർത്ഥി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റൊക്കെ കണ്ടിറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫോറം മോളിലേക്കാണ്. ബാംഗ്ലൂരിൽ 2 ഫോറം മോൾസ് ഉണ്ട്. ഒന്ന് ഫോറം വാല്യൂ മോൾ, അത് മടിവാളയാണ്. അപ്പോൾ അതല്ല, ഇത് വൈറ്റ് ഫീൽഡിലുള്ള ഫോറം മോളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഫുഡും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പോൾ നേരത്തെക്കാട്ടിലും കുറച്ചുകൂടി പുതുക്കി നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്ലാറ്റിൽ അവരെ നമ്മൾ മാറ്റി. അപ്പോൾ പുതിയ ആൾക്കാരെ നമ്മൾ വെച്ചു. അപ്പോൾ അവർക്ക് നോട്ടീസ് പീരീഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം വളരെ തിരക്കിൽ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന ആൾക്കാണ് നമ്മൾ റെൻറ്റിന് കൊടുത്തത്. അപ്പോൾ നമ്മൾ അധികം ഒന്നും നോക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്വന്തം വീട് പോലെ സൂക്ഷിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇത് വളരെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആളെ മാറ്റി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിപ്പോൾ രാജധാനി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇത് ഫോറം വാല്യൂമോളിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ഫുഡ് കോർട്ടിലാണുള്ളത്. അപ്പോൾ രാജസ്ഥാനി ഫുഡാണ്. ഇവിടെ പണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്നും സെർവ് ചെയ്യും.
സെർവ് ചെയ്യുന്ന രീതിയും അതൊക്കെ ഒരു വെറൈറ്റിയാണ്. കാരണം അവരാരും മിണ്ടില്ല, അവരെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആംഗ്യങ്ങളിലൂടെയാണ്. അവരാരും അവിടെ സംസാരിക്കില്ല. അപ്പോൾ നല്ല ഫുഡായിരുന്നു, പല വെറൈറ്റി രാജസ്ഥാനി ഫുഡ്. അപ്പോൾ എല്ലാവരും ആരെങ്കിലും എവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി ട്രൈ ചെയ്യണം, നല്ല ഫുഡാണ്. അപ്പോൾ നമുക്ക് നമ്മളെ അവരുടെ കിച്ചണിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുന്നത് അവർ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് ചെറിയ ചെറിയ റൊട്ടികളാണ് ചുട്ടെടുക്കുന്നത്. അടുത്ത സ്റ്റാഫും എല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഫീഡ്ബാക്ക് അവർ എഴുതി വാങ്ങിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ഫുഡ്. വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ചു. അപ്പോൾ അവരുടെ നെക്സ്റ്റ് സൈസിലുള്ള കുറച്ച് തുണികൾ നമ്മൾ വാങ്ങിച്ചു. വിൻ്റർ സമയത്ത് ഇടാൻ പറ്റുന്നതോ അങ്ങനത്തെയൊക്കെ കുറച്ച് വാങ്ങി. അതിനുശേഷം നമ്മൾ ചുമ്മാ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്ന കാര്യം ഇതാണ്. അപ്പോൾ ആ കാര്യം സാധിച്ചു. അങ്ങനെ നമ്മളിപ്പം തിരിച്ച് വീട്ടിലിട്ട് പോവാണ്. അത് കഴിഞ്ഞ് 2 ദിവസം നമ്മളവിടെ ആൻറ്റിയുടെ വീട്ടിൽ റിലാക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി നല്ലൊരു സമയങ്ങളായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ 2-3 ഞാൻ ഓൾറെഡി ഇട്ടു. ഇനി കുറച്ചുകൂടെ റെസിപ്പീസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ മറക്കാതെ കാണുക. പിന്നെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ആൻറ്റി ഞങ്ങളുടെ കൂടെ വന്നു. അപ്പോൾ ആൻറ്റി ഞങ്ങളെല്ലാവരും കൂടെ സെപ്റ്റംബർ 5-ാം തീയതി തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറിയത്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നത് കൊച്ചുവേളി എക്സ്പ്രസ്സിലാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പം ഒരുപാട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പുതിയ വ്ളോഗുകളും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്